ഒരു വാർത്ത ഇന്ത്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ സ്ക്രോൾ ചെയ്ത് പോലും വിടാത്ത ഒരു വാർത്ത, അതപ്പോൾ നിങ്ങളെ അറിയിക്കണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ നേപ്പാളിൽ വീണ്ടും ഒരു ബഹളം നടക്കുകയാണ്. ജെൻസി വിപ്ലവമൊന്നുമല്ല, അതുകൊണ്ട് ജെൻസികൾ തുള്ളിച്ചാടാൻ വരട്ടെ. ഇത് ഇച്ചിരി മുതിർന്നവരുടെ വിപ്ലവം തന്നെയാണ്. അതിൽ ജെൻസിയൊക്കെ ഉണ്ട്. ജെൻസി ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമേ ബഹളം വയ്ക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് ശരിയല്ല. നേപ്പാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സമാധാന മതക്കാരുണ്ടല്ലോ, സമാധാന മതക്കാരും വർഗീയവാദികളും തമ്മിലുള്ള ബഹളമാണ്. അത് തുടങ്ങാൻ കാരണം വർഗീയവാദികൾ അവരുടെ ഏതോ ഒരു ഉത്സവമോ സമ്മേളനമോ മറ്റോ നടക്കുമ്പോൾ ഒരു പോസ്റ്റിൽ ഈ മഹാവൃത്തികെട്ട വർഗീയവാദികൾ ഒരു കാവിക്കൊടി കെട്ടി. സമാധാന മതക്കാർ ആ കൊടി അഴിച്ച് ദൂരെ കളഞ്ഞു. സ്വാഭാവികമായിട്ടും വാഗ്വാദം ഉണ്ടാകും, പ്രശ്നമുണ്ടാകും. അതെങ്ങനെയോ ആകാശവിശ അങ്ങ് തീർന്നുപോയി. ഇത് കഴിഞ്ഞപ്പോൾ ഈ വർഗീയവാദികളുടെ സമ്മേളനം തന്നെ സമാധാന മതക്കാർ തടയും എന്നുള്ള സ്ഥിതി വന്നു. വർഗീയവാദികളാണല്ലോ, അവന്മാർ മഹാവൃത്തി കെട്ടവരാ. കാവി ഉടുക്കുക, കയ്യിൽ ചരട് കെട്ടുക, പശുപതിനാഥ ക്ഷേത്രത്തിൽ ആരാധിക്കുക. മനുഷ്യൻ കയറാൻ കൊള്ളാവുന്ന സ്ഥലമാണ് പശുപതിനാഥ ക്ഷേത്രമൊക്കെ. ചുമ്മാ അത് കഴിഞ്ഞിട്ട് ജാനകിയുടെ ക്ഷേത്രമുണ്ട് അവിടെ. ജനകൻ്റെ സാമ്രാജ്യം അവിടെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ വർഗീയവാദികളുടെ പുരാണത്തിലൊക്കെ ഭാരതത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ, ദേ ഇവിടെയാണ് പാഞ്ചാലി ചോറ് വെച്ചത്, ഇവിടെയാണ് സീത നെല്ലുണക്കിയത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 1.5 ലക്ഷം ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ ഈ പേരുകളിലൊക്കെ അറിയപ്പെടും. ഒരേ സംഭവം അവിടെ നടന്നു ഇവിടെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വർഗീയവാദികളുടെ ഇതുണ്ടല്ലോ, എന്താ രാമായണം, ഗീമായണം. അതിൽ രാമായണത്തിൽ ഈ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന കക്ഷി ഫെമിനിസ്റ്റുകളൊക്കെ രംഗത്തിറങ്ങേണ്ടതാണ്. വാസ്തവത്തിൽ രാമായണം തന്നെ നിരോധിക്കേണ്ടതാണ് കേട്ടോ. സ്ത്രീവിരുദ്ധമായൊരു സാധനമാണ് രാമായണം. അതുപോട്ടെ, ആ ചർച്ച നമുക്ക് പിന്നീട് ഒരിക്കലേക്ക് വയ്ക്കാം. അപ്പോൾ ജഡായു ആകാശത്തിൽ വെച്ച് രാവണനെ തടഞ്ഞു. ജഡായുവിൻ്റെ ചിറകരിഞ്ഞു. അങ്ങനെ ജഡായു താഴെ വീണു. ഈ ജഡായു വീണ സ്ഥലം കേരളത്തിലുമുണ്ട്, കർണാടകത്തിലുമുണ്ട്. ഈ കക്ഷി എവിടെയാണ് വീണതെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അവിടെയും ക്ലെയിമുണ്ട്, ഇവിടെയും ക്ലെയിമുണ്ട്. ഇതാണ് ഈ വർഗീയവാദികളെ മനുഷ്യർ വെറുത്തു പോകുന്നത്. ഇതുകൊണ്ടാണ്. ഒരു കാര്യത്തിനൊരു തീർച്ചയും മൂർച്ചയില്ല. 1.5 ലക്ഷം, 6 ലക്ഷം ഗ്രാമങ്ങളാണ് ഭാരതത്തിൽ. അതിൽ 1.5 ലക്ഷം ഗ്രാമങ്ങളുടെ പേര് രാമനെ ചൊല്ലിയാണ്. കേരളത്തിൽ തന്നെ എത്ര സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാമപുരം, ബാലരാമപുരം, കൊച്ചുരാമപുരം, അങ്ങനെ രാമനെ കൊണ്ട് കിടക്കപ്രതിയില്ല കേരളത്തിൽ. കാല് കുത്തിയ രാമൻ്റെ നെഞ്ചത്താണ്. ഇങ്ങനത്തെ വർഗീയവാദികളാണ് ഈ ടീം. ഇതേ സ്വഭാവം നേപ്പാളിലെ വർഗീയവാദികൾക്കുമുണ്ട്. നേപ്പാൾ ഒരിക്കൽ ഒരു 2015 വരെ വർഗീയ രാജ്യമായിരുന്നു, ഓർമ്മയില്ലേ? ലോകത്തിലെ ഡിക്ലെയർ ചെയ്യപ്പെട്ട ഏക ഹിന്ദു രാജ്യം ബ്രാക്കറ്റിൽ വർഗീയം, അത് നേപ്പാളായിരുന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അധികാരത്തിൽ വന്നിട്ടാണ് ഒരു കണക്കിന് ഈ വർഗീയവാദികളെയൊക്കെ അടിച്ച് അമർച്ച ചെയ്ത് എത്ര പേരെന്ന് വിചാരിച്ചു കൊല്ലും. നേപ്പാളിൽ 80% വർഗീയവാദികളാണ്, 5% സമാധാന മതക്കാർ, ബാക്കി 5% അക്കാപുക്ക ചരക്കുകളൊക്കെ ഉണ്ട്. ഇതാണ് നേപ്പാളിൻ്റെ ഡെമോഗ്രഫി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജെൻസി വിപ്ലവം നടക്കുന്നത്. ജെൻസി വിപ്ലവത്തിൻ്റെ തുടക്കം നിങ്ങൾക്കറിയാമല്ലോ. സർക്കാരിൻ്റെ പല നടപടികളും ജെൻസിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജെൻസികളെ സംഘടിപ്പിച്ച് ബാലേൻ ഷാ എന്ന് പറയുന്ന അങ്ങർക്ക് ടി വിയിൽ എന്തോ ആയിരുന്നു ജോലി, പോപ്പുലറായിരുന്നു ആശാൻ. 2.5-3 വർഷം ആശാൻ ഇണക്കിണക്കിയിട്ട് നടത്തിയതാണ് ജെൻസി വിപ്ലവം. അല്ലാതെ ആളുകൾ വിചാരിക്കുന്ന പോലെ വാട്സാപ്പിലൊരു മെസ്സേജ് കൊടുത്തപ്പോൾ പിള്ളേരെല്ലാം കൂടെ റോട്ടിലിറങ്ങി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. 2-3 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം ചെയ്തതാണ്. എന്തു വാങ്ങിക്കോട്ടെ, ആ ചെയ്ത്തിൽ ബാലേൻ ഷാ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ടു.
അപ്പോൾ എല്ലാം സമത്വം സുഖം സുന്ദരം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ. പക്ഷേ വർഗീയവാദികൾ വെറുതെ ഇരുന്നില്ല. വർഗീയവാദികൾ അവർ ഈ സമ്മേളനം അലങ്കോലപ്പെടുത്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാന മതക്കാരെ ഉപദ്രവിച്ചു. സമാധാന മതക്കാർക്ക് അടുത്ത കാലത്തായിട്ട് അല്പം എല്ല് കൂടുതലാണ്. കാരണം റോഹിംഗ്യയിൽ നിന്നുള്ള സമാധാനക്കാരുണ്ടല്ല, അവർ പതുക്കെ അങ്ങനെ കാശ്മീരെത്തി, അവിടെ എത്തി, ഉത്തർപ്രദേശിൽ, അങ്ങനെ നേപ്പാളിലും അവരെത്തി. അപ്പോൾ ഈ റോഹിംഗ്യ സമാധാനക്കാർക്ക് അവരുടെ കടുത്ത സമാധാനമാണ്, മറ്റുള്ളവരെ പോലെയല്ല. അതുകൊണ്ടാണ് നമ്മുടെ ബർമ്മയിലെ, മ്യാൻമറിലെ ഭരണകൂടം, അതായത് ബുദ്ധമതക്കാർ, ഇവരെ അവിടെ നിന്ന് ഓടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ സമാധാനം കൊണ്ട് അവിടെ കിടക്കപ്പെടുത്തിയില്ല. അപ്പോൾ അങ്ങനെ അവർ ഈ മതഭീകരവാദത്തേക്കാൾ വലുതാണല്ലോ മതേതര ഭീകരവാദം. അപ്പോൾ അങ്ങനെ ആശാന്മാർ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മളെയൊക്കെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് ഇവിടെയൊക്കെ കയറി റേഷൻ കാർഡ് മേടിച്ചു, വോട്ടർ ID കാർഡ് മേടിച്ചു, ആധാർ കാർഡ് മേടിച്ചു. ചുരുക്കി പറഞ്ഞ് നമ്മുടെ കയ്യിൽ 1ഉം 2ഉം ഒക്കെ ഉള്ളപ്പോൾ ഇവരുടെ 5ഉം 6ഉം ആധാർ കാർഡും മറ്റനുസരി കാർഡുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ പോയി ഇവർ നേപ്പാളിലെത്തി. നേപ്പാളിലെത്തിയിട്ട് അവിടുത്തെ സമാധാനക്കാരോട് പറഞ്ഞു, എടോ നിങ്ങളുടെ സമാധാനത്തിനൊരു കടുപ്പം പോരല്ലോടോ, ഇത് എന്താടോ ഇതെന്ന്. അല്ല ചേട്ടാ, അത് പോരാന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഏതായാലും ചേട്ടൻ വന്നത് നന്നായി എന്ന് പറഞ്ഞിട്ട് റോഹിംഗ്യയിലെ സമാധാനക്കാരും തദ്ദേശീയരായ നേപ്പാളി സമാധാനക്കാരും കൂടെ വർഗീയവാദികളുടെ നേർക്കും വെക്കിട്ട് കയറാൻ തുടങ്ങി. മതം മാറ്റമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു വർഗീയവാദികൾ. ഇവർക്ക് മതം മാറിയാലെന്താ? വാസ്തവത്തിൽ എല്ലാവരും സമാധാന മതത്തിലേക്ക് മാറുകയല്ലേ വേണ്ടത്. ഈ വർഗീയവാദം കൊണ്ട് എത്ര കാലം നടക്കും? ഞാനൊരു അറിയപ്പെടുന്ന വർഗീയവാദിയായിപ്പോയി. ഞാൻ ചാവാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ഒരുപാട് പേര്. ചാവുന്നതിന് മുമ്പെങ്കിലും സമാധാന മതത്തിൽ ഇയാളെ ചേർക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേറെ കുറച്ച് പേര്. എന്ത് വാങ്ങിക്കോട്ടെ, ഞാൻ വർഗീയവാദിയായിട്ട് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. തട്ടിപ്പോകുമ്പോൾ തട്ടിപ്പോകും. അപ്പോൾ ഏതായാലും ഇവരുടെ സമാധാനത്തിൻ്റെ കടുപ്പം അത് കുറയ്ക്കണം എന്ന് വർഗീയവാദികൾ. അങ്ങനെ വലിയ ലഹളയിലേക്ക് കലാശിച്ചെന്നും പറഞ്ഞാൽ മതിയല്ല. സംഭവം ഇവരെ വർഗീയവാദികൾ അവരുടെ ഏരിയ വെച്ചിട്ട് മദേശികൾ എന്ന് പറയുന്നു, കൊച്ചിക്കാർ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ബാലൻ ഷായും ഒരു മദേശിയാണ്. പക്ഷേ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. 3-4 സ്ഥലത്ത് കർഫ്യൂവും വെടിവെപ്പും നടന്നു. വെടിവെക്കണം എന്ന് ഞാൻ പറയുകയല്ല കേട്ടോ എൻ്റെ തമ്പുരാനെ. അവിടെ നേപ്പാളിൽ വെടിവെപ്പ് നടന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു സത്യപ്രസ്താവന മാത്രമാണ്. അതിൻ്റെ പേരിൽ എൻ്റെ പിടലേക്ക് കയറരുത്. എന്താ ബോധം എന്ന് പറയുന്നത് അടുത്തൂടെ പോലും പോകാത്ത ചരക്കുകളൊക്കെയാണ്. എന്തുമായിക്കോട്ടെ, അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചു, അവിടെ വെടിവെപ്പ് നടന്നു. 3 വർഗീയവാദികൾ മരിച്ചു. സമാധാന മതക്കാർക്ക് ചിലർക്ക് പരിക്കൊക്കെ പറ്റി, പക്ഷേ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ അത് വർഗീയവാദികൾക്ക് വലിയ സങ്കടമായി. വെടിവെച്ചത് ഞങ്ങളുടെ നേർക്ക്, ഞങ്ങളാണ് പാവങ്ങളെന്നാണ് വർഗീയവാദികളുടെ ധാരണ. അത് ശരിയല്ല, നിങ്ങളാണ് പൊളവന്മാർ. സമാധാന മതക്കാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, സമാധാനമായിട്ട് മതം മാറ്റാൻ സമ്മതിക്കുന്നില്ല, സമാധാനമായിട്ട് പള്ളി വയ്ക്കാൻ സമ്മതിക്കുന്നില്ല, സമാധാനമായിട്ട് റോഡ് കയ്യേറാൻ സമ്മതിക്കുന്നില്ല. ഇതെന്ത് പൂക്കൃത്തരമാണ് ഇത്? ഇങ്ങനെയുണ്ട് ഒരു വർഗീയവാദം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം. അപ്പോൾ വർഗീയവാദികളിപ്പോൾ തുറന്നങ്ങ് പറയാൻ തുടങ്ങി, നേപ്പാൾ വീണ്ടും ഹിന്ദു രാഷ്ട്രമാക്കണം. ഇതാണ് അവരുടെ ആവശ്യം. നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായിരുന്നു. ഹിന്ദുരാഷ്ട്രം ബ്രാക്കറ്റിൽ വർഗീയവാദി, അങ്ങനെ വേണമല്ലോ എഴുതാൻ. ഹിന്ദുക്കളല്ലേ വർഗീയവാദി, അല്ലാതെ പിന്നെ വേറെ ആർക്കെങ്കിലും വർഗീയവാദിയാകാൻ പറ്റുമോ? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറ, വേറെ ഏതെങ്കിലും മതത്തിന് വർഗീയവാദിയാകാൻ പറ്റുമോ? ഞാനതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളെ വർഗീയവാദികളെന്ന് വിളിക്കുന്നത്. മറ്റു മതങ്ങൾ വർഗീയവാദികളാവില്ല, ആവാനും പറ്റില്ല, അവരുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ട് മതം മാറ്റിക്കൊണ്ടിരിക്കുകയും സ്ഥലം കയ്യേറി പള്ളികൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമാധാന മതക്കാരെ തടയാൻ വർഗീയവാദികൾ ആര് എന്നുള്ള ചോദ്യം ഇപ്പോൾ ആകാശത്തിൽ ഉയർന്നിരിക്കുന്നു. വർഗീയവാദികൾ മെല്ലെ സംഘടിച്ചു വരുന്നു. ഇവിടെ ഇന്ത്യയിൽ വർഗീയവാദികൾ സംഘടിച്ചിട്ടില്ല ഇതുവരെ. ചില സ്ഥലത്തൊക്കെ ചില മസിൽ പിടപ്പിക്കലൊക്കെ കാണുന്നുള്ളൂ, അല്ലാതെ
വർഗീയവാദികൾ എപ്പോഴും ഡിഫെൻസീവിലാണ്. അവരെ ആർക്കും ചീത്ത വിളിക്കാം. ഈ വഴിച്ചണ്ട പോലെ 2 കൊട്ടുകൂട്ടിയിട്ട് ആർക്കും പോവാം. ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല. മനസ്സിലായോ? ഈ വർഗീയവാദികളെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉദയനിധി സ്റ്റാലിനെതിരെ വലിയ ഇപ്പം വിഴുങ്ങിക്കളയെന്നൊക്കെ പറഞ്ഞ് വർഗീയവാദികളെല്ലാം കാത്തിരുന്നു. ഒരു ചുക്കും സംഭവിച്ചില്ല. പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി വിജയുടെ അടുപ്പക്കാരിയായ ഒരു സ്ത്രീയെപ്പറ്റി ഇയാളെന്തോ വേണ്ടാതിനം പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ കണ്ടതാണ് കേട്ടോ. അത് വാസ്തവം പറഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ കുഴപ്പമൊന്നും ഉദയനിധി ചെയ്തിട്ടില്ല. അത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്തെന്നാൽ എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് തൃഷ എന്നൊക്കെ അവർ പറഞ്ഞു. ഇങ്ങനെ ഒരു കള്ളച്ചിരിയോടെ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ കാവേരി ജലത്തെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും അത് ചെളിയായി. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഈ കക്ഷിയെ. വിജയ് ഭൂരിപക്ഷം പോലും തികച്ചില്ല ആ മനുഷ്യന്. അവനെയൊക്കെ കൂട്ടുപിടിച്ചാണ് അങ്ങനെ ഭരിക്കുന്നത്. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന വില്ലാളി വീരന്, വീരമണി കണ്ഠന് പുലി പോലെ അറസ്റ്റ് ചെയ്ത് തഞ്ചാവൂരേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്ത് 5-6 മണിക്കൂർ ഇരുത്തിയിട്ട് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അയാൾ ഒരു കാര്യം പ്രൂവ് ചെയ്തു, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് ഉദയനിധിയോട് പറഞ്ഞു. ഉദയനിധി എന്ത് ചെയ്യാൻ? തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും 4.5 കൊല്ലം കിടക്കുന്നു. ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയല്ല, തളർന്നു കിടക്കുന്ന DMKയ്ക്ക് ശക്തി പകർന്നു. ശക്തി പകർന്നെങ്കിൽ ആ ശക്തി ചോർന്ന് പൊക്കോളും എന്ന് പറഞ്ഞു വിജയ്. ഇപ്പം ഇതുപോലത്തെയൊക്കെ കലാപരിപാടികൾ നടക്കുന്നു. പക്ഷേ ഇതേ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഞാൻ ഉന്മൂലനം ചെയ്യാതെ കൊറോണയാണ്, ഡെങ്കു ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല. ആരും അറസ്റ്റ് ചെയ്തുമില്ല, ചോദ്യം ചെയ്തുമില്ല, പോലീസ് സ്റ്റേഷനിലും പോയില്ല. പോട്ടെ, അയാളുടെ മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്തില്ല. അത്ര കടകെട്ടവരാണ് ഈ വർഗീയവാദികൾ. എന്തുമായിക്കോട്ടെ, അത് ഭാരതത്തിനകത്തെ കാര്യം. നേപ്പാളിലേക്ക് പോവാം. നേപ്പാളിൽ ഇപ്പോൾ അവർ പറയുന്നത് ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ട് ഹിന്ദു രാജ്യമാണെന്ന് പ്രഖ്യാപിക്കണം, ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ബാലേൻ ഷാ ഈ വാസ്തുവും പൂജയും ഒക്കെ നടത്തിയിട്ടാണ് പ്രധാനമന്ത്രിയായിട്ട് ചുമതലയെടുത്തത്. അതിൻ്റെ വീഡിയോയും ഒക്കെ പുറത്തു വന്നു. പ്രധാനമന്ത്രിയുടെ മുറിയിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണോ തെക്കോട്ട് നോക്കിയിരിക്കണോ, ഇതൊക്കെ വലിയ പ്രശ്നമാണല്ലോ വർഗീയവാദികൾക്ക്. അപ്പോൾ ഈ മറ്റേ വാസ്തു നോക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർ സ്ഥാനമൊക്കെ കുറിച്ച് മേശയൊക്കെ അതുപോലെ ഇട്ട് ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് മാലയിട്ട് നിലവിളക്കൊക്കെ കൊളുത്തി ചന്ദനത്തിരിയൊക്കെ കൊളുത്തി ഈശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ബാലേൻ ഷാ ഭരണം തുടങ്ങിയത്. പക്ഷേ ഭരണം ഈ പറഞ്ഞ പോലെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാലൊന്നും ഭരണം കയ്യിൽ കിട്ടുകയില്ല. ഭരണം അത് തോന്നിയ മടുപ്പോ, അതിനൊരു സാമർഥ്യമൊക്കെ വേണം. എന്തു വാങ്ങിക്കോട്ടെ, ഇയാളുടെ സാമർഥ്യം വെടിവെപ്പിൽ കലാശിച്ചു. അപ്പോൾ വെടിവെച്ച് കഴിഞ്ഞപ്പോൾ സംഗതി വീണ്ടും മൂത്തു. കലഹം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം പകുതി ബംഗാളെന്നും പറയുന്നു, അല്ല 3-1, 3-2 പറയുന്ന തർക്കമുണ്ട്. ഏതായാലും ബഹളം മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്നു. ഇപ്പോൾ 3-4 ജില്ലകളിലാണ് ഉള്ളത്. അത് മെല്ലെ മെല്ലെ മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്നു. ഈ രീതിയിൽ ഒരു 2ാം നേപ്പാൾ കലാപം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എപ്പോഴെങ്കിലും പ്രതികൾ ഈ വർഗീയവാദികൾ ആകുമ്പോൾ ഇവിടെ വാർത്തകൾ. ഇപ്പോൾ സമാധാന മതക്കാരാണ് ജയിച്ചു നിൽക്കുന്നത്, വർഗീയവാദികൾ തോറ്റ് പിടിയും കൊണ്ട് പണ്ടാറടങ്ങി കിടക്കുക. അപ്പോൾ ഈ വാർത്ത കേരളത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കരുത്. സമാധാന മതക്കാരന് തല്ല് കിട്ടുമ്പോൾ അയ്യോ പൊത്തോന്നും പറഞ്ഞിട്ട് ഇവിടെ നിലവിളി തുടങ്ങും. ആ നിലവിളി കേൾക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഈ വാർത്ത ഒരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ മെല്ലെ നിങ്ങളെ അറിയിക്കാം. താങ്ക് യു.